ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പി മലബാറിക്കസ്. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ സ്നാക്ക് ഞാൻ ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ്. അപ്പം നിങ്ങളെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം. അപ്പം 1 ടീസ്പൂണോളം നെയ്യും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ സ്നാക്കിന്. അപ്പം നമുക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇത് കെട്ടാണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കൈവിടാണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമുക്ക് കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്താൽ നന്നായിട്ട് മിക്സായി കിട്ടും. അപ്പം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടും ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഒരു 2 മുതൽ 3 പച്ചമുളക് വരെ ചേർക്കാം, നിങ്ങളെ എരിവിനനുസരിച്ചിട്ട്. പിന്നെ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, മീഡിയം സവാള, 1 ടീസ്പൂണ് ജീരകം ചേർക്കണം. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂണ് ചതച്ച് വെച്ച മുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ലെമണിൻ്റെ പകുതി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ചിട്ട് ഒരു മാറ്റം വരുത്തണം. കുട്ടികൾക്കെല്ലാം കൊടുക്കുന്ന സമയത്ത് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ചതച്ച് വെച്ച മുളകൊന്ന് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇനി 2 പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇത് ഉടഞ്ഞു വരും. അപ്പോൾ പുഴുങ്ങിയ 2 പൊട്ടറ്റോസ് എടുത്തത്. അപ്പം ഇതൊന്ന് നമുക്ക് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫൈനായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്ത പൊട്ടാറ്റോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കുഴച്ചെടുത്ത അരിയും ബാക്കിയുള്ള മസാലകളും പൊട്ടാറ്റോസ് എല്ലാം നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരുമിച്ച് ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മളിപ്പം കൈവച്ചിട്ട് തന്നെ കുഴച്ചാൽ മതി. അരിയെല്ലാം നേരത്തെ കുഴച്ചെടുത്ത അരിയെല്ലാം നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് കൈവച്ചിട്ട് നമ്മൾ ഇത് മിക്സ് ഒന്ന് നന്നായിട്ടൊന്ന് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിനൊരു വലിയ പാത്രത്തിലേക്ക് 1 ടീസ്പൂണ് ഓയിൽ ഞാനിപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ഒരു മിക്സ് വെച്ച് കൊടുക്കണം. അപ്പം നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക തന്നെ വേണം കേട്ടോ. അപ്പം ഈ മിക്സ് ഒന്ന് ഞാൻ ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പാത്രത്തിലെ ആ ഒരു ഷേപ്പിൽ നമുക്ക് ഒരു സ്പാച്ചില വെച്ചിട്ടൊന്ന് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ എഡ്ജസിലെല്ലാം ഒന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്ന കത്തി ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഒന്ന് ഓയിലിൻ്റെ അകത്ത് ഒന്ന് ഗ്രീസ് ചെയ്താൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് സ്റ്റിക്കാണ്ടിരിക്കും. അപ്പം ഇത് ഞാനിപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാനിപ്പോൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത് ഓരോ സ്നാക്കും നമുക്ക് വെച്ചിട്ട്
ഒന്ന് ഗോൾഡൻ കളറാകുന്നവരെ ജസ്റ്റ് ഒരു ഗോൾഡൻ കളറാകുന്നവരെ ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ഈ ഒരു സ്നാക്ക് ഒരു ഭാഗം നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് 2 മുതൽ 4 ദിവസം വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കും വലിയവർക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസ് ഇഷ്ടമാകുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.